ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമുക്ക് 2025 വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങാം. പഴയതെല്ലാം വിട്ടേക്കാം അല്ലേ. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു വീഡിയോ സീരീസ് ചെയ്യാമെന്ന്. 2025 ബെസ്റ്റ് സ്റ്റഡി എബ്രോഡ് ഡെസ്റ്റിനേഷൻ ഏതൊക്കെയാണെന്ന്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴത്തെ ഒരു എമർജിങ് ആയിട്ടുള്ള സ്റ്റഡി എബ്രോഡ് ഡെസ്റ്റിനേഷനാണ് ദുബായ്. അപ്പോൾ ദുബായ് എന്തുകൊണ്ട് ബെസ്റ്റ് സ്റ്റഡി എബ്രോഡ് ഡെസ്റ്റിനേഷൻ ആകുന്നു എന്നുള്ളതിൻ്റെ 5 കാരണങ്ങൾ ഈ വീഡിയോയിൽ ഇന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒന്നും കൂടി സ്വാഗതം. അപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ദുബായ് ഒരു നല്ല ഡെസ്റ്റിനേഷനായിട്ട് മാറുന്നതെന്നുള്ളത്. നമുക്കറിയാം, ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്വന്തം ദുബായാണ്. പ്രത്യേകിച്ചും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ദുബായ് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയോ കാലങ്ങളായിട്ട് മലയാളികൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പം ലോകത്തുള്ള മറ്റുള്ള ആൾക്കാർക്ക് അതൊരു പുതുമയായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് ദുബായ് എന്ന് പറയുന്നത്, ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ അത് ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ കൂടിയായിട്ട് മാറുന്നുണ്ട്. അതിനുള്ള ടോപ്പ് 5 റീസൺസ് ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത്, പിന്നെ ദുബായ് അറിയാമല്ലോ, ദുബായ് ഒരു ഗ്രോയിങ് എക്കണോമിയാണ്. അപ്പം ഗ്രോയിങ് അല്ല, ഓൾറെഡി ഗ്രോൺ എക്കണോമിയാണ്. അവിടെ ഇൻ്റർനാഷണൽ എൻറോൾമെൻറ്റിൻ്റെ കാര്യത്തിൽ 8% ആനുവൽ ഗ്രോത്ത് ആണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 30,000-ഓളം സ്റ്റുഡൻസ് ആണ് ഇപ്പം ദുബായിൽ പഠിക്കാൻ വരുന്നത്. അപ്പം അതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ്, ഇപ്പം മമറ്റി യൂണിവേഴ്സിറ്റി, ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികൾ, ഓസ്ട്രേലിയയിലുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം ഈ പറയുന്ന മാതിരി ദുബായിൽ അവരുടേതായിട്ടുള്ള ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ലോകത്തുള്ള ഏത് തരത്തിലുള്ള സിലബസ് വേണമെങ്കിലും നമുക്ക് ദുബായിൽ പോയിട്ട് പഠിക്കാൻ പറ്റും. ക്യുഎസ് റാങ്കിങ്ങിനുള്ള ടോപ്പിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ ഇപ്പം ദുബായിലുണ്ട്. നെക്സ്റ്റ് വരുന്നത് പാർട്ട് ടൈമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും മലയാളികളെ സംബന്ധിച്ചിട്ട് ദുബായ് പോലൊരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പാർട്ട് ടൈം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം കാനഡയിൽ പഞ്ചാബികളുടെ ഹബ്ബ് എന്ന് പറയുന്ന പോലെ ഗൾഫ് എന്ന് പറയുന്ന മലയാളികളുടെ ഹബ്ബാണ്. അപ്പം ഒരു പാർട്ട് ടൈം ഒപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് മെനക്കെട്ട പരിപാടിയൊന്നുമില്ല. മലയാളികളുടെ അടയാൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഒരു പാർട്ട് ടൈം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ഇപ്പം ഈ പ്രത്യേകിച്ച് യൂറോപ്പിലെ പോലുള്ള അതിഭീകരമായിട്ടുള്ള ചിലവുകളൊന്നും അവിടെ ഇല്ല. ഇപ്പോൾ കിട്ടുന്ന കാശ് അതുപോലെ തന്നെ സമ്പാദിക്കാൻ പറ്റും. പിന്നെ നമുക്കറിയാം, ഇപ്പം പഠിക്കുക, അവിടെ പോയിട്ട് നല്ലപോലെ ജോലി ചെയ്യുക, എന്നിട്ട് നമുക്ക് അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം മുടക്കിയ പൈസയൊക്കെ തിരിച്ചു കിട്ടും. അത് വലിയ യൂറോപ്പ് മാതിരി അല്ല. അവിടെ ടാക്സിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നല്ല റിലാക്സേഷനുള്ള സ്ഥലമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. നെക്സ്റ്റ് വരുന്ന സ്കോളർഷിപ്പ്. ഇപ്പം വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും UK-യിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിലും സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്കോളർഷിപ്പും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന ബാക്കി നമ്മുടെ ജീവിത ചെലവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദുബായിൽ നമുക്ക് നിന്ന് പോകാം, പ്രശ്നമില്ല. ഇപ്പം കാനഡയിലോ UK-യിലോ ഒക്കെ പോകുന്ന മാതിരി നമുക്ക് വലിയൊരു സെക്യൂരിറ്റി എമൗണ്ട് ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ സെക്യൂരിറ്റി എമൗണ്ടുകളൊന്നും കൊടുക്കേണ്ട. അവിടെ പോയി പഠിക്കുക, പാർട്ട് ടൈം ചെയ്യുക, പിന്നെ അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇപ്പം എന്തുവാണെങ്കിലും ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെ ആണെങ്കിലും ജോലി കിട്ടാൻ എളുപ്പമാണ്. പിന്നെ PR കിട്ടത്തില്ല ഒരു കാര്യമുള്ളൂ. അത് പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും PR കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഹാർഷ് വെതറില്ല. ഇപ്പം മഞ്ഞെന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ എല്ലാ രസമാണ്. പക്ഷേ ഒരു ഫുൾ ടൈം മഞ്ഞ് മൂടിയൊരു സ്ഥലത്ത് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ചും നമ്മുടെ ഇവിടെ നിന്നൊക്കെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സർവേ ചെയ്യുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർവേ ചെയ്യുന്നുണ്ട്. പക്ഷേ സർവേ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. അപ്പം ദുബായ് ആണെങ്കിൽ ഈ പറയുന്ന ഹാർഷ് വെതർ കണ്ടീഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇപ്പോഴാണെങ്കിൽ ദുബായിലൊക്കെ നല്ല തണുപ്പുണ്ട്. തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമുള്ള തണുപ്പാണ്, അല്ലാതെ ഈ മാതിരി മഞ്ഞ് വീഴ്ച അമ്മാതിരിയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമല്ലേ. അപ്പം അതിൻ്റെ ക്ലൈമാറ്റ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഡിസ്റ്റൻസ്, ഇപ്പോൾ കേരളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ഇപ്പം കണ്ണൂരുള്ള ഒരു സ്ഥലത്തു നിന്ന് തിരുവനന്തപുരം വരെ പോയി പഠിക്കുന്ന ആ ഒരു ടൈം തന്നെ ദുബായിലോട്ട് ട്രാവൽ ചെയ്യാനൊക്കെ എടുക്കത്തുള്ളൂ. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിചാരിച്ചാൽ നാട്ടിലോട്ട് വരാം. പിന്നെ ഹോം സിക്നെസ് ഒക്കെ ഉള്ള സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും നല്ലതാണ്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാടിനടുത്ത് തന്നെയല്ലേ, പിന്നെ ഒരുപാട് ദൂരെ അല്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പം
പിന്നെ യൂറോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പോയിട്ട് എന്ന് തിരിച്ചു വരാൻ പറ്റുമെന്ന് അറിയാൻ മേലാത്താണ്. തിരിച്ചു വരണമെങ്കിൽ തന്നെ പൈസ വേണമല്ലോ. അപ്പോൾ ആ പൈസ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം, പിന്നെ കണ്ടുപിടിച്ച് നാട്ടിൽ വന്നാലും തിരിച്ച് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ദുബായെ സംബന്ധിച്ചിടത്തോളം കുറവാണെന്നല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഇതൊക്കെയാണ് ദുബായിനെ ഒരു വളരെ അട്രാക്റ്റീവായിട്ട് ആക്കുന്ന ഘടകങ്ങൾ. ഇപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ ദുബായിൽ വന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പിന്നെ അവളുടെ പേര് വിനീത എന്നാണ്. വിനീത ഏഷ്യാനെറ്റിൽ ജേർണലിസ്റ്റ് ആയിരുന്നു. അവർ ജേർണലിസം ജോലി നിർത്തിയിട്ട് ഇപ്പോൾ ദുബായിൽ പഠിക്കാൻ പോയിരിക്കുകയാണ്. അപ്പം അവർ പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്, ഈ ഹോം സിക്നെസ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നല്ലതാണ്. നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് അവിടെ. നമുക്ക് ദൂരെ പോയി നിൽക്കുന്നു എന്നുള്ളൊരു ഫീലൊന്നുമില്ല. പിന്നെ ഒന്നുമില്ല, ഒരു പരിചയക്കാരൊക്കെ ഇഷ്ടം പോലെ കാണും. നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പം അതുകൊണ്ട് ദുബായ് എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലത്താണെങ്കിലും നല്ലൊരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും. ഈ പറഞ്ഞ മാതിരി ചിലവുകൾ കുറവാണ് എന്നുള്ളത് തന്നെയാണ് ദുബായെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഘടകമായിട്ട് പറയുന്നത്. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം ജോലിയൊക്കെ കിട്ടും. പിന്നെ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്ന് അറിയത്തില്ല, പക്ഷേ എന്നാലും നിലവിലിപ്പം അത് അവിടെ ജോലി സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ദുബായെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ബൈ ബൈ.